അങ്ങനെ 2026-ൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾ, ടോപ്പ് 5 ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അഞ്ചാമത്തേത് ഡ്രാഗൺ ആണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ജൂനിയർ NTR നായകനായി വരുന്ന ഡ്രാഗൺ. സിനിമ കാത്തിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ രണ്ടെണ്ണം. ഒന്ന് ടൊവിനോ തോമസും മറ്റേത് ബിജു മേനോനുമാണ്. കാരണം ഈ 2 പേരും സിനിമയിലെ വില്ലന്മാരായി വരികയാണ്. ആദ്യം ഒരു പാർട്ടായി സ്റ്റാർട്ട് ചെയ്ത സിനിമ ഇപ്പോൾ 2 പാർട്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് വരാൻ പോകുന്നത് 2026 ജൂണിലായിരിക്കും. നാലാമത്തേത് ഷാരൂഖ് ഖാൻ്റെ കിങ് ആണ്. ഇത്തവണ സിദ്ധാർത്ഥാനന്ദാണ്. പത്താൻ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥാനന്ദ് തന്നെയാണ് കിങ്ങും സംവിധാനം ചെയ്യുന്നത്. ഷാരൂഖ് ഖാൻ്റെ തന്നെ മകളായ സുഹാന ഖാൻ, അഭിഷേക് ബച്ചൻ, രാഘവ് ജുയാൽ, റാണി മുഖർജി, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ കിങ്ങിന് വരുന്നുണ്ട്. ആദ്യം മാർച്ച് റിലീസായി എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന സിനിമ ഇപ്പോൾ ഓഗസ്റ്റ് റിലീസാകുമെന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തേത് ഒരു തമിഴ് പടമാണ്. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ വന്ന് തിയേറ്ററിൽ ഞെട്ടിച്ച് ആ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സിനിമയായി മാറിയ ജയിലർ. ആ ജയിലറിൻ്റെ രണ്ടാം ഭാഗം വരികയാണ് 2026-ൽ. ഇത്തവണ വില്ലന്മാരെ എത്തുന്നത് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള സുരാജ് വെഞ്ഞാറമൂടും SJ സൂര്യയുമാണ്. ജയിലറിൻ്റെ ആദ്യ ഭാഗത്തെ പോലെ തന്നെ മോഹൻലാലും ശിവരാജ് കുമാറും അടക്കമുള്ള വമ്പൻ താരനിര ഗസ്റ്റ് റോളിൽ എത്തുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. സിനിമ സമ്മർ റിലീസായി എത്തുമെന്നാണ് വാർത്തകൾ.